പശ്ചിമേഷ്യൻ യുദ്ധം അതിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകത്തിന്റെ എണ്ണക്കട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൗദി അറേബ്യയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം ആഗോള വിപണികളെ പിടിച്ചുലച്ചിരിക്കുന്നു. ഇതിനൊപ്പം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ മിസൈലുകൾ പെയ്തിറങ്ങുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് അതീവ ഭീകരമായ വാർത്തകളാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ ഇപ്പോൾ പശ്ചിമേഷ്യയെ മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യയുടെ ലോക പ്രശസ്തമായ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇതോടെ സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇത് വെറും ഒരു യുദ്ധമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന സാമ്പത്തിക യുദ്ധം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇറാൻ മുസ്ലിം രാജ്യങ്ങളെ പോലും ആക്രമിക്കുന്നത്? എന്താണ് ഇറാനിന്റെ യഥാർത്ഥ ലക്ഷ്യം? പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളിൽ ഒന്നായ സൗദിയിലെ റാസ് തനൂറ റിഫൈനറിക്ക് നേരെയാണ് ഇറാനിന്റെ ഡ്രോണുകൾ എത്തിയത്. പ്രതിദിനം 5,50,000 ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് നിലവിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആക്രമണത്തെ തുടർന്ന് അവിടെ വൻ അഗ്നിബാധ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇതിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ കപ്പലുകളുടെ നീക്കം നിലച്ചിരിക്കുകയാണ്. ഇത് തുടർന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ ഡീസൽ വിലയിൽ വൻ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനിയൊരു പ്രധാന ചോദ്യം ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്: എന്തുകൊണ്ടാണ് ഇറാൻ തങ്ങളെപ്പോലെ തന്നെയുള്ള മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുന്നത് എന്ന്? സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും അയക്കുകയാണ്. ഇതിന് പിന്നിൽ കൃത്യമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായി അമേരിക്കൻ സാന്നിധ്യമാണ്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, UAEയിലെ അൽ ദഫ്ര ബേസ്, ബഹ്റൈനിലെ US നേവി 5th ഫ്ലീറ്റ് എന്നിവിടങ്ങളിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യമുണ്ട്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഈ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന ഭീതിയാണ് അവരെ ഈ രാജ്യങ്ങളെ ലക്ഷ്യം വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തേത് സമ്മർദ്ദ തന്ത്രമാണ്. തങ്ങൾക്കെതിരെ അമേരിക്കയും ഇസ്രായേലും നീങ്ങുമ്പോൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിലൂടെ ലോകത്തിന് മൊത്തം സാമ്പത്തിക നഷ്ടമുണ്ടാക്കാമെന്ന് ഇറാൻ കരുതുന്നു. ഞങ്ങൾ തകർന്നാൽ ലോകത്തെയും ഞങ്ങൾ തകർക്കും എന്നൊരു സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഇനി മൂന്നാമത്തേത് ആഭ്യന്തര രാഷ്ട്രീയ മേധാവിത്വമാണ്. അതായത് മേഖലയിൽ തങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഷിയ സുന്നി തർക്കങ്ങളും ഇതിന് പിന്നിലുണ്ട് എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. ശരിക്കും യുദ്ധം വെറും എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദുബായിലെയും അബുദാബിയിലെയും ജനജീവിതത്തെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. ദുബായിലെ പ്രശസ്തമായ പാം ജുമൈറയിൽ മിസൈൽ ആക്രമണം ഉണ്ടായതായും 4 പേർക്ക് പരിക്കേറ്റതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അബുദാബി വിമാനത്താവളത്തിന് നേരെ വന്ന ഡ്രോണിനെ തകർത്തപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബഹ്റൈനിലെയും US നേവി താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളെല്ലാം ഭാഗികമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇത് ദശലക്ഷക്കണക്കിന് പ്രവാസികളെയാണ് ബാധിച്ചിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ നിരവധി യാത്രകൾ റദ്ദാക്കി കഴിഞ്ഞു. എന്താണ് ഇറാന്റെ യഥാർത്ഥ പ്ലാൻ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ശരിക്കും ഇവർ ആഗ്രഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായി ഭരണകൂട സംരക്ഷണം. തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നിലവിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടം തകരാതിരിക്കാൻ ഒരു വലിയ തിരിച്ചടി അവർക്ക് അനിവാര്യമാണ്. അടുത്തതായി അമേരിക്കയെ പുറത്താക്കുക എന്നുള്ളതാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും തുരത്തുക എന്നതാണ് അവരുടെ ദീർഘകാല ലക്ഷ്യം. അടുത്തത് ഇസ്രായേലിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ സൈനിക കരുത്തിനെ വെല്ലുവിളിച്ച് പശ്ചിമേഷ്യയിൽ ഒരു പുതിയ പവർ ബാലൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ എന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് എന്ന് വേണം പറയാൻ. ആഗോള വിപണിയിൽ തകർന്നടിയുന്ന ഓരോ നിക്ഷേപകനും ഈ യുദ്ധത്തിന്റെ ഇരകളാണ്. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ട്രംപ് പറഞ്ഞതുപോലെ 4 ആഴ്ച കൊണ്ട് ഈ യുദ്ധം തീരുമോ? അതോ ഇത് നീണ്ടു നിൽക്കുന്ന ഒരു ദുരന്തമാകുമോ? കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.